ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് BJP ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു വോട്ട് ബാങ്കാണ്. 2024 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ആർക്കാ പോയത്? UDF പോയത്. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ കണ്ണൂർ ജയിക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് കൂടി ഉള്ളതുകൊണ്ടാണെന്നേ. കേരള കോൺഗ്രസ് CPM-നൊപ്പം നിന്നിട്ട് പോലും കോട്ടയത്ത് ചാഴിക്കാടൻ തോറ്റു എന്നൊരു അവസ്ഥയുണ്ട്. ഇടുക്കിയിൽ ജയിച്ചു, ഹൈബീഡൻ എറണാകുളത്ത് ജയിച്ചു, തൃശ്ശൂർ അപവാദമാണ്, ആലപ്പുഴ ജയിക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് കൊടുക്കണ്ടല്ലേ. ഈ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വീണ്ടും കേരള കോൺഗ്രസ് അപ്പുറത്ത് പോയിട്ട് കൂടിയും UDF-ലേക്ക് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയേ, എവിടെയാണെന്ന് UDF പെർഫോം ചെയ്തത്? അത്യാവശ്യം UDF-ന് 41 സീറ്റ് എന്ന് പറഞ്ഞാൽ 15 സീറ്റ് അവിടെ മലപ്പുറത്ത് മാറ്റി വെച്ചാൽ പിന്നെ എറണാകുളം, ഇടുക്കി, കോട്ടയം, ഈ 3 ജില്ലകളിലാണ് പെർഫോം ചെയ്തത്. അപ്പം ആ വോട്ട് UDF-ലേക്ക് പോകാൻ പാടില്ല എന്നതിൻ്റെ ഒരു ആവശ്യം CPM-നുണ്ടോ? CPM അത് വ്യക്തമാക്കണം. ഇന്ന് മാത്രമല്ല, ആ വോട്ടിനെ ഏതെങ്കിലും നിലവാരത്തിൽ ഷിഫ്റ്റ് ചെയ്ത് BJP-യിലേക്ക് പോയാൽ പിന്നെ അതിൻ്റെ ഗുണഭോക്താവാരാ? അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്ന LDF ആണ്. ഞാൻ പറയുന്നത്, ഈ കാര്യത്തിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ സർക്കാർ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് രണ്ട് മതവിഭാഗങ്ങൾ മുഖാമുഖം നിൽക്കുന്നത് ആശങ്കാജനകമായ സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടാക്കുന്നത്.